ഹലോ ഹായ് വെൽക്കം ടു ഓൾ. എല്ലാവരും സുഖമായി സേഫ് ആയിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. നമ്മളിപ്പോൾ നോക്കുന്നത് നിങ്ങൾക്ക് ഇന്നത്തേക്കുള്ളൊരു യൂണിവേഴ്സ് ഗൈഡൻസ് ആണ്. ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് യൂണിവേഴ്സ് തരുന്ന മെസ്സേജ് എന്താണ് എന്നുള്ളതാണ്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. സോ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നത് മാത്രം എടുക്കുക, അല്ലാത്ത കാര്യങ്ങളൊക്കെ വിട്ട് കളയുക. നെഗറ്റീവിനെ ജീവിതത്തിലേക്ക് അട്രാക്റ്റ് ചെയ്യാതിരിക്കുക. ടൈംലെസ് ആയതുകൊണ്ട് ഈ റീഡിംഗ് നിങ്ങളുടെ മുന്നിലേക്ക് എപ്പോൾ വരുന്നോ അപ്പോൾ മുതൽ നിങ്ങൾക്ക് ഇത് റെസനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഓർത്ത് വെക്കുക, ഇതൊരു കളക്റ്റീവ് ആൻഡ് ടൈംലെസ് റീഡിംഗ് ആണ്. പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ റീഡിങ്ങിലേക്ക് പോവാം. വളരെ പോസിറ്റീവായിട്ടിരിക്കുക. നിങ്ങളുടെ സിറ്റുവേഷൻ എന്താണോ അത് മനസ്സിലേക്ക് കൊണ്ടുവരിക. യൂണിവേഴ്സ് മെസ്സേജ് എന്താണ്? യൂണിവേഴ്സ് പ്ലീസ് ഗൈഡ് മീ. Universe, please guide me. Universe message. Ace of Pentaclesൻ്റെ എനർജിയാണ് ആദ്യം തന്നെ വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ Ace of Pentaclesൻ്റെ എനർജി വരുമ്പം നിങ്ങൾക്ക് ഫിനാൻഷ്യലി എന്തെങ്കിലും ഒരു ഗ്രോത്ത് ഇന്നത്തെ ഡേ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. നിങ്ങളിൽ നിന്ന് ആരെങ്കിലുമൊക്കെ മേടിച്ചത് തിരിച്ചു തരുന്നതായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ എഫേർട്ട് ഇട്ടുള്ള കാര്യം എന്തെങ്കിലും ഒരു കാര്യത്തിൻ്റെ റിസൾട്ടായിട്ട് നിങ്ങൾക്ക് ഫിനാൻഷ്യലി എന്തോ ഒരു കാര്യം നിങ്ങൾ ഇന്ന് ഫേസ് ചെയ്യും. അതൊരു അബൻഡൻസ് ആണ്. ഓക്കെ, ഒരു നിങ്ങളുടെ അധ്വാനത്തിൻ്റെ ഫലം എന്നുള്ള രീതിയിലാണ് അത് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. പേജ് ഓഫ് വാൺസിൻ്റെ എനർജിയാണ്. നിങ്ങൾ വളരെ ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് അതിലൊരു സക്സസ് കാണാൻ വേണ്ടി പറ്റും. ഓക്കെ, അതായത് സോഷ്യൽ മീഡിയ ആക്റ്റീവിൽ ഭയങ്കര ആക്റ്റീവാണ്. സോഷ്യൽ മീഡിയ പോലത്തെ പ്ലാറ്റ്ഫോമിലൊക്കെ ഭയങ്കര ആക്റ്റീവായിട്ട് ഡാൻസ്, സോങ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്തെങ്കിലും ആക്റ്റീവായിട്ട് ചെയ്യുന്ന ഒരാളാണെങ്കിൽ അതിൽ നിങ്ങൾക്ക് ഇന്ന് ഗ്രോത്ത് കാണാൻ വേണ്ടി പറ്റും. നിങ്ങളുടെ പ്രതീക്ഷയ്ക്ക് വകയുണ്ട് എന്നുള്ള രീതിയിൽ. ഓക്കെ, നിങ്ങൾ എന്താണോ പ്രതീക്ഷിക്കുന്നത് അതിന് നിങ്ങൾക്ക് ഒരു റിസൾട്ട് ഉണ്ടാകും എന്നുള്ള രീതിയിൽ. 2 ഓഫ് സോർട്സ് ആണ്. നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അതായത് എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്തേക്കാം. ഡിസിഷൻ എടുക്കാനുള്ളൊരു ബുദ്ധിമുട്ട്. ഓക്കെ, അതായത് നിങ്ങൾക്കുള്ള പ്രിയോറിറ്റി അപ്പുറത്തുള്ളതും ഇപ്പുറത്തുള്ളതും ഒരേപോലെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. സോ അതിൽ ഒന്ന് ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ടുള്ളത് ഒരു കാര്യം ഡിസിഷൻ എടുത്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കത് വേദനയായിരിക്കും. അപ്പോൾ രണ്ടും നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഒരു ജഗ്ലിങ് നിങ്ങൾക്ക് ഇവിടെ കാണുന്നുണ്ട്. അതിന് എന്തെങ്കിലും ഒരു സൊല്യൂഷൻ, നിങ്ങൾ എന്ത് ചെയ്യണം എന്നുള്ള സൊല്യൂഷൻ ഒന്ന് നോക്കാം. ക്ലാരിറ്റി. ജഡ്ജ്മെൻ്റ് ആണ്. ഓക്കെ, യൂണിവേഴ്സായിട്ട് തന്നെ നിങ്ങൾക്കൊരു ഉത്തരം നൽകും എന്നുള്ളതാണ്. ഇവിടെ യൂണിവേഴ്സ് നിങ്ങളുടെ ആ ഒരു കൺഫ്യൂഷൻ്റെ ഇടയിൽ യൂണിവേഴ്സ് നിങ്ങളുടെ അടുത്ത് ഇടപഴകും എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ യൂണിവേഴ്സായിട്ട് തന്നെ നിങ്ങൾക്കൊരു ഉത്തരം നൽകും എന്നുള്ളതാണ്. സ്ട്രെങ്ത് കാർഡും അതുപോലെ 3 ഓഫ് സോർട്സിൻ്റെ എനർജിയും വന്നിട്ടുണ്ട്. 3 ഓഫ് സോർട്സിൻ്റെ എനർജി വരുമ്പം റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് ഹാർട്ട് ബ്രോക്കൺ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. ഈസി ആയിട്ട് സിമ്പിളായിട്ട് സിറ്റുവേഷനെ കാണാൻ ശ്രമിക്കുക. നിങ്ങൾ അപ്സെറ്റ് ആകും, നിങ്ങൾ കൺഫ്യൂസ്ഡ് ആകും, ഹാർട്ട് ബ്രേക്ക് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മളിവിടെ ഓൾറെഡി കണ്ടു 2 ഓഫ് സോർട്സിൻ്റെ എനർജി. ഇവിടെ നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടാകും എന്നുള്ളത് നമ്മൾ ഓൾറെഡി കണ്ടു. സോ അത് തന്നെയായിരിക്കാം, ഈ അപ്സെറ്റ്, ഈ കൺഫ്യൂഷൻ തന്നെയായിരിക്കാം. അപ്പം നിങ്ങൾക്കിവിടെ സന്തോഷവും വരുന്നുണ്ട്, അതുപോലെ തന്നെ നിങ്ങൾക്ക് സങ്കടവും വരുന്നുണ്ട്. സോ നിങ്ങൾ വളരെ സ്ട്രെങ്ത് ആയിട്ടിരിക്കുക, ബോൾഡായിട്ടിരിക്കുക, ഭയങ്കര സ്ട്രോങ് ആയിട്ടിരിക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ ഈ സിറ്റുവേഷൻ നിങ്ങളെ ഭയങ്കരമായിട്ടും ഹാർട്ട് ബ്രേക്കിൽ, ഇമോഷണൽ പെയിനിൽ കൊണ്ടെത്തിക്കും. ഓക്കെ, അപ്പോൾ യൂണിവേഴ്സായിട്ട് തന്നെ നിങ്ങൾക്കൊരു ഉത്തരം നൽകുന്നതാണ്. നിങ്ങൾ കൺഫ്യൂഷൻ അടിക്കേണ്ട കാര്യമില്ല. അതായത് ഈ ഒരു സിറ്റുവേഷൻ കടന്നു വരുമ്പോഴത്തേക്കും നിങ്ങൾ ഭയങ്കരമായിട്ടും കൺഫ്യൂഷനായിട്ട് ഇങ്ങനെ അയ്യോ ഇനി എന്ത് ചെയ്യും, അയ്യോ ഇനി അങ്ങനെയൊക്കെയുള്ള രീതിയിലുള്ള തോട്ട്സ് കാര്യങ്ങളും നിങ്ങൾ കൊണ്ടുവരുമ്പോൾ മനസ്സിലാക്കുക ആ തോട്ട്സിൻ്റെ കാര്യം ഇവിടെ ഇല്ല. യൂണിവേഴ്സായിട്ട് നിങ്ങൾക്ക് ഉത്തരം തരും. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഹോൾഡ് ചെയ്യുക, മെഡിറ്റേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ ഈസി ആയിട്ട് ആ സിറ്റുവേഷനെ അങ്ങോട്ട് കവർ ചെയ്യുക. ഓക്കെ, കാരണം യൂണിവേഴ്സായിട്ട് നിങ്ങളുടെ ഇടയിൽ ഇടപെട്ട ഒരു ആൻസർ തരുമ്പം നിങ്ങളായിട്ട് എഫേർട്ട് ഇടേണ്ട കാര്യമില്ല. നിങ്ങൾ ഓവർ തോട്ട്സിനെ ക്യാരി ചെയ്യാതിരുന്നാൽ മാത്രം മതി. ഞാൻ സ്ട്രോങ് ആയിരിക്കുക, വളരെ ബോൾഡായിരിക്കുക. ഓക്കെ, വീൽ ഓഫ് ഫോർച്യൂൺ. സമയം നിങ്ങൾക്ക് മോശമായൊരു സമയം നിങ്ങൾക്ക് വന്നാലും നല്ലൊരു സമയം നിങ്ങൾക്ക് എത്തും എന്നുള്ളതാണ്. ഒരു ചേഞ്ചാണിത്. ഹൈ പ്രീസ്റ്റസും 9 ഓഫ് വാൺസിൻ്റെ എനർജിയും. നിങ്ങൾ സ്പിരിച്വലി വളരെയധികം കണക്റ്റ് ആകും ഈ ഒരു സിറ്റുവേഷൻ ഇങ്ങനെ ഫേസ് ചെയ്യുന്നത് കൊണ്ട് എന്ന് കാണുന്നുണ്ട്.
അതായത് നിങ്ങൾക്ക് നിങ്ങളെ തന്നെ മനസ്സിലാക്കാനുള്ളൊരു അവസരം ഇന്ന് നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ ഈ ഒരു ഹാർട്ട് ബ്രോക്കൺ കാരണമായിരിക്കും നിങ്ങൾക്ക് ഇങ്ങനെ നിങ്ങളെ മനസ്സിലാക്കാനും ഈ സ്പിരിച്വാലിറ്റിയിലേക്ക് മീൻസ് നിങ്ങളെ ഒരു സെൽഫ് ലവ്, സെൽഫ് പ്രിയോറിറ്റി ഒക്കെ നിങ്ങൾക്ക് നൽകുന്നത് ഈ ഒരു സിറ്റുവേഷനാണ്, ഈ ഒരു പെയിൻഫുൾ സിറ്റുവേഷനാണ് നിങ്ങൾക്ക് നിങ്ങളിലേക്ക് ഒരു അവസരം നൽകുന്നത്. സോ നിങ്ങൾ അവിടെ നന്ദിയുള്ളവരായിരിക്കുക എന്നുള്ളതാണ്, നന്ദി പറയുക എന്നുള്ളതാണ്. ഓക്കെ, ആ സിറ്റുവേഷനെ നിങ്ങൾ ഹാർട്ട് ബ്രോക്കൺ എന്ന സിറ്റുവേഷനെ നിങ്ങൾ ഭയങ്കരമായിട്ടും സാഡായിട്ടിരിക്കേണ്ട കാര്യമില്ല, സെഡ് ആവേണ്ട കാര്യമില്ല. കാരണം യൂണിവേഴ്സ് അവിടെ ഇടപെടുന്നുണ്ട്. അപ്പം അവിടെ നിന്ന് കിട്ടിയിട്ടുള്ള നല്ല കാര്യങ്ങൾക്ക് നിങ്ങൾ നന്ദി പറയുക എന്നുള്ളതാണ്. സമയം നിങ്ങൾക്കും അനുകൂലമാകും എന്നുള്ളത്. ഓക്കെ, അപ്പം ഫിനാൻഷ്യലി നിങ്ങൾക്ക് ഇവിടെ എന്തോ ഒരു ഗ്രോത്ത് കാണുന്നുണ്ട്, അല്ലാതെ നിങ്ങളുടെ ക്രിയേറ്റിവിറ്റീസിനും ഇവിടെ ഗ്രോത്ത് കാണുന്നുണ്ട്. ബട്ട് റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് ഇവിടെ ഹാർട്ട് ബ്രോക്കൺ വരും. ബട്ട് അതിൽ യൂണിവേഴ്സ് ഇടപെടുന്നതാണ്. നിങ്ങൾ സ്പിരിച്വാലിറ്റിയിൽ ഒരുപാട് കണക്റ്റ് ആവും. സോ മെഡിറ്റേഷൻ ചെയ്യുക, സെൽഫ് ലവ് ചെയ്യുക, മെഡിറ്റേഷൻ ചെയ്യുക കേട്ടോ. അങ്ങനെയാണ് ഇവിടുത്തെ ഒരു ഗൈഡൻസ് ആയിട്ട് മെയിൻലി കാണുന്നത്. 9 ഓഫ് വാൺസ് വരുന്നത് അത് തന്നെയാണ്. നിങ്ങൾ ഓവറായി തോട്ട്സിനെ ക്യാരി ചെയ്തിരിക്കേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾക്ക് വരേണ്ടത് നിങ്ങളുടെ കറക്റ്റ് ടൈമിൽ നിങ്ങളുടെ കയ്യിലേക്ക് വരും എന്നുള്ളതാണ്. ഓക്കെ, നമുക്ക് സോഡിയക് സൈനുകൾ നോക്കാം. സോഡിയക് സൈൻ പൈസീസ് വന്നിട്ടുണ്ട്, ക്യാൻസർ, പൈസീസ് എഗെയിൻ വന്നിട്ടുണ്ട്, ലിയോ, ഏരിയസ്, അക്യൂറിയസ്, കാപ്രിക്കോൺ, ടോറസ്, ലിബ്ര, സ്കോർപിയോ, സാജിറ്റേറിയസ്. ഓക്കെ, അപ്പം നിങ്ങൾക്കുള്ള സോഡിയക് സൈൻ ഇതാണ്. എല്ലാവർക്കും യൂണിവേഴ്സ് മെസ്സേജ് പോസിറ്റീവ് കാര്യങ്ങൾ ക്ലെയിം ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കുള്ള റീഡിംഗ് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് റെസിനേറ്റ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ, റീഡിംഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പോസിറ്റീവ് കാര്യങ്ങൾ ക്ലെയിം ചെയ്യാൻ വേണ്ടിയിട്ട് ലൈക്ക് ഓർ സബ് ചെയ്യുക. അപ്പോൾ കൂടുതൽ നിങ്ങളുടെ എനർജി ഇതിനകത്ത് ടാപ്പ് ആവും കേട്ടോ.